ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്താൻ അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നു അപ്പച്ചൻ പിയാനോ വായിക്കുന്നത്. ഒരാളെ കമൻറ്റ് പറഞ്ഞുള്ളൂ, കണ്ടില്ലേ നിങ്ങൾ, അപ്പച്ചൻ പിയാനോ വായിക്കുമായിരുന്നു. അപ്പച്ചനും പിള്ളേർ അവിടെ നിന്ന് ചെയ്യുന്ന കണ്ടാണ് അപ്പച്ചനും ഒരു കൗതുകം. ഒന്നതൊന്ന് അടിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ പോയി ചെയ്തു കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ഉണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ അന്യായ വില കൊടുത്ത് വാങ്ങിക്കുന്ന സ്റ്റാർട്ടറാണ് അത്. നമുക്ക് നിസ്സാരമായിട്ട് വീട്ടിലുണ്ടാക്കാം. ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടേ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. നല്ലൊരു റെസിപ്പിയാണ്, നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കുന്നവർ ഫോട്ടോ എടുത്ത് ഞാൻ കമൻറ്റിൽ എൻ്റെ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ. അതിൽ ഫോട്ടോ ഇട്ട് തരുവാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാമേ. മറക്കാതെ ചെയ്യുന്നവരൊന്ന് ഇട്ട് തന്നേരം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അന്നേരം ചടപടേന്ന് ഉള്ളി അരിഞ്ഞെടുക്കട്ടെ. ഇന്ന് അവർക്ക് ടിഫിന് കൊണ്ടുപോകാനും ഇവിടെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിനും ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ മസാല ചപ്പാത്തി അല്ലെങ്കിൽ കൊത്ത് ചപ്പാത്തി. അപ്പം നമ്മൾ ഇപ്പോൾ ഇത് ഇന്നലെ ഇവിടുത്തെ ചപ്പാത്തി ബാക്കി വന്ന ചപ്പാത്തിയാണ്. അപ്പം നമ്മളിപ്പം ഫ്രഷായിട്ട് ചപ്പാത്തി എടുക്കുകയാണെങ്കിൽ അതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിലോ, നമ്മളിപ്പോൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് അത് ഇച്ചിരി ഒന്ന് ഹാർഡാവണം. അപ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിങ്ങനെ പിച്ച് നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലാതെ ചെയ്ത് നിങ്ങൾക്ക് അത് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ഇന്നലെ ഇത് രാത്രി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചപ്പാത്തിയാണ്. അപ്പോൾ ഞാനൊരു 2 സവാളയൊന്ന് അരിഞ്ഞിങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ നേരത്തെ ഞാൻ സാധാരണ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ സ്ക്വയർ ആയിട്ടായിരുന്നു. ഇന്ന് പക്ഷേ ഞാനിങ്ങനെ നീളത്തിലാണ് ചെറിയ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കത്തിൽ അരിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഇച്ചിരി ഒന്ന് വാട്ടിയെടുക്കട്ടെ. ഒത്തിരി അങ്ങ് വഴരണ്ട. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴഞ്ഞ്, എല്ലാവരും നിങ്ങൾ എൻ്റെ സ്ഥിരം കാണുന്നവർക്ക് ഇതറിയാം. പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലനേഷൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മസാലകളൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ ഇതിൽ ഞാൻ ഇച്ചിരി മെയിനായിട്ട് കൂടുതലായിട്ട് ചേർക്കുന്നത് ഞാൻ കുരുമുളക് പൊടിയാണ്. അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നതാണ് എനിക്കത് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇച്ചിരി ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര വെള്ളത്തിൽ കലക്കി ഇതിലോട്ടൊന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കലക്കി ചേർക്കുമ്പോൾ അതങ്ങ് പെട്ടെന്നങ്ങ് മിക്സ് ആയിക്കോളും. ഇതൊക്കെ ഇവിടെ 2 പിള്ളേർക്കും ഇഷ്ടമാണ്. ഇവിടെ റീച്ചാൻ ഇത് അത്ര താല്പര്യമില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു 2 പീസ് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, അതും അങ്ങ് എടുത്തിട്ടെ. അതായിട്ട് ഇനി എന്തിനാ വെച്ച്, അതെന്തുവാന്നോ, ഈ ബ്രെഡിൻ്റെ അവസാന പീസും ആദ്യത്തെ പീസും ഇവിടെ ഞാനാ തിന്നുന്നത്. ഇവന്മാരൊന്നും ആരും തിന്നത്തില്ല. അപ്പം അതവിടെ ഇങ്ങനെ ഇരുന്നു, ഞാനും എടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ പുട്ടായിരുന്നല്ലേ, അപ്പം ആ പീസാണ് ഞാനിപ്പോൾ ഇതിൽ കട്ട് ചെയ്തിട്ടത്. അപ്പം ഇതിലിട്ട ഉടനെ എല്ലാവരും തിന്നു, ആർക്കും മനസ്സിലായില്ല. അപ്പം നമ്മുടെ ടിഫിനും ഇവിടെ റെഡിയായി. ഇനിയും ഞാൻ ചായ ഉണ്ടാക്കിയായിരുന്നു, ചായയും കൂടി ഇനി എടുക്കട്ടെ. ടിഫിൻ റെഡിയായി കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ എടുക്കുന്നത്. അരി തിളയ്ക്കുന്നുണ്ട്. കുടിക്കാൻ വെള്ളം വലിയ ചെരുവത്തിൽ തിളപ്പിച്ച് വെച്ചു. ഇനി ചെറുതൂടെ വെച്ചിട്ട് ഇനി അരി ഒന്ന് കാപ്പിയിടട്ടെ. അപ്പം ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഡ്രാഗൺ ഫ്രൂട്ടെന്ന് ഓർത്താൽ മതി, അതാണ് ഡ്രാഗൺ ചിക്കൻ. അപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ നീളത്തിൽ, ഞാനിപ്പോൾ ഇച്ചിരി തിന്നായിട്ടാണ് എടുക്കുന്നത്. ഇതിനേക്കായി കട്ടി കൂട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് വറക്കാൻ നേരം ഇച്ചിരി കൂടെ സമയം എടുക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ തിന്നായിട്ട്
ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നീളത്തി ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്യണം. അഥവാ വീതി ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ ഞാൻ നടുക്കൂടെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യും. ഞാൻ അന്നേരം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നിസ്സാരമായിട്ട് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദാണ്ട് ഇങ്ങനെ. ഇത് ഞാൻ ഇച്ചിരി ഉപ്പും വിനാഗിരി ഇട്ടൊന്ന് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് കഴുകി വാരിയെടുക്കാമേ. അപ്പോൾ അതിൻ്റെ ഉളുമ്പിൻ്റെ ഒക്കെ ഇതങ്ങ് മാറും. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കഴുകി വെള്ളം വാലാൻ ഒരു അരിപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കാം. കുറച്ചുപ്പ്, നിങ്ങളുടെ കയ്യിൽ മുളകിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിലേ അത് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരിയാണ് ചേർത്തത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പം ഞാൻ കോൺഫ്ലോർ എടുത്ത സ്പൂണാണ്. അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇപ്പം ഞാൻ ചില്ലി സോസാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. ഇതിലോട്ട് ഞാൻ ഇച്ചിരി സിസ്വൺ ചട്നിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി, 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു മുട്ട. കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ട് കോൺഫ്ലോർ ഇത്തിരി കുറവായിട്ട് എനിക്ക് തോന്നി. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അപ്പം ടോട്ടൽ നമ്മളിപ്പം 4.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അതിപ്പം നിങ്ങളും എടുക്കുന്നതനുസരിച്ച് ചിക്കൻ ഇച്ചിരി ഒരു കോട്ടിംഗ് ആയിട്ട് നമുക്ക് വേണം. അപ്പോൾ ഇത്രയും സോസുകൾ ഒഴിച്ചുണ്ടെങ്കിൽ അത് ഇത്തിരി ലൂസായിട്ടിരിക്കും. ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു അരമണിക്കൂർ ഞാനതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. ഞാൻ വെളിയിൽ തന്നെ വെച്ചിരുന്നത്. എന്നിട്ട് നന്നായി ചൂടായ എണ്ണയിൽ, എണ്ണ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ. അത് കഴിഞ്ഞിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒട്ടരുതേ, ഒന്നേ തൊടാതെ നമുക്ക് ഇത് പറക്കിയിട്ടൊന്ന് ഇച്ചിരി ഒന്ന് ഒരു സൈഡൊന്നാകുമ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു സൈഡ് ഒരു 1-2 മിനിറ്റൊക്കെ ആയ എണ്ണ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സൈഡൂടെ ഒന്ന് വെന്ത് വരട്ടെ. ബോൺലെസ് ആകുമ്പം പെട്ടെന്ന് വേവും. അതുകൊണ്ട് നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇത് 2 സൈഡ് ഞാനൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇതിപ്പോൾ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കോരിയെടുക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ നാച്ചുറൽ കളറാണ്. ഞാൻ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് കുറേ കൂടെ റെഡ് കളറായിരിക്കും. അതവർ ഫുഡ് കളർ ചേർക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ കളർ വരുന്നത്. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ കളറേ. അതുപോലെ സോയാ സോസും ഒത്തിരി ചേർക്കരുത്. അങ്ങനാണെങ്കിൽ ഡാർക്ക് കളർ വരും. ഞാൻ ചിക്കൻ വറുത്ത എണ്ണ കുറച്ചങ്ങ് മാറ്റി ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് ഒരു അല്ലി കണക്ക് പറയുവാണെങ്കിൽ ഒരു 13-14 അല്ലിയുണ്ട്. ആ സ്പൂണിന് പറയുവാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അതൊന്ന് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ ക്യാപ്സിക്കം, ഞാൻ ഒരു അരമുറി, ചെറിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് ഒരു അരമുറിയും കൂടെ ക്യാപ്സിക്കം എടുത്ത് സവാള എല്ലാം കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ. ഇങ്ങനെ ഒന്ന് അലത്തിയിടാം. ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് വഴട്ടാം. സ്വല്പം ഉപ്പിടുന്നുണ്ട്. രണ്ട് മൂന്ന് ക്യാപ്സിക്കം ഇങ്ങ് എടുക്കുവാണ്. എനിക്കത് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ല. ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ നമുക്ക് മുകളിലിട്ട് കൊടുക്കാം. ഇനി ഞാൻ സോയാ സോസ് ഇതിൽ ചേർക്കുന്നില്ല. എൻ്റെ ഡാർക്ക് സോയാ സോസ് ആയിരുന്നു. നമ്മുടെ ഈ ചിക്കൻ ഒരു റെഡ് കളറ് കിട്ടണമെങ്കിൽ സോയാ സോസ് അധികം ഒഴിക്കണ്ട.
അപ്പം ഞാനിതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും, നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. 1/2 ടേബിൾ സ്പൂൺ സെസ്വാൻ ചട്നി, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടേബിൾ സ്പൂൺ വിനെഗർ, കൂടിപ്പോയി, ഒരു ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ആ ചിക്കൻ പുരട്ടി വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് മസാലയുണ്ട്, അതുകൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനങ്ങ് ചേർക്കുന്നുണ്ട്. നല്ല ഒരു മണവും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് ചേർത്തതാണ്. നല്ല തന്തൂരി ചിക്കൻ്റെ മണം ഉണ്ടായിരുന്നു ആ മസാലയ്ക്ക്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതിലോട്ട് ഞാൻ ഈ സ്പൂണിന് 1 സ്പൂൺ കോൺഫ്ലോർ ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കി അങ്ങോട്ട് ഒഴിച്ച് ചേർക്കുന്നുണ്ട്. എന്നാലും ഞാൻ തീ ഏറ്റവും കുറച്ചാണ് ചേർക്കുന്നത്. കോൺഫ്ലോർ ചേർക്കണ്ട, അതേ ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് മതിയെങ്കിൽ ഇച്ചിരി ഒരു ഗ്രേവി പോലെ ഇച്ചിരി കോട്ടിങ് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ കോൺഫ്ലോർ ചേർത്തത്, അല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു ഇത്തിരി തിക്കായിട്ടിരിക്കും. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്, തിളച്ച വെള്ളം. പച്ചവെള്ളം ഒഴിക്കരുത്, കാരണം ആ ചിക്കൻ ഇടുമ്പം അത് ഒത്തിരി അങ്ങ് ഉണങ്ങിയിരിക്കും. അതുകൊണ്ട് അതൊന്ന് ആ ചിക്കനിൽ ഈ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച്. അതുപോലെ എൻ്റെ കയ്യിൽ ഇച്ചിരി തേൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി തേൻ ഒഴിച്ചതാണ്. തേനില്ല എങ്കിൽ ഇച്ചിരി പഞ്ചസാര കലക്കി ചേർക്കാമേ. ഒരു 5 മിനിറ്റ് ഇതിലൊന്ന് ആവിയിലൊന്ന് കിടക്കട്ടെ. അപ്പം ആവിയൊക്കെ കയറി ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കി തീർന്നു കഴിഞ്ഞോണ്ടേ ഞാൻ ജനലിനെ കൂടെ നോക്കണം. ഇപ്പോൾ ഇവിടുത്തെ നെറ്റൊക്കെ എടുത്ത് മാറ്റി ബിൽഡിങ്ങിൻ്റെ പ്രൈസമോൻ വരുന്നു. അപ്പം ഞാൻ ഇനിയും ഒന്ന് വീഡിയോ എടുക്കട്ടെ അവൻ്റെ. പ്രൊജക്ട് ഉണ്ടാക്കുന്നതോ ക്ലാസ്സിൽ ഇരുന്ന് ടൈം പാസ് ചെയ്തോ? പിന്നെ കൂട്ടക്കാരൻ തന്നോ? ഞാൻ ചിന്തിച്ചാൽ ഓട്ടോക്കാരൻ തന്നെന്ന് പറയാൻ വരുവാന്ന്. കാണിച്ചു തന്നു, ഇവിടെ കാണിച്ചേ. അതാ ക്ലാസ് ഇതായിരുന്നോ ഉണ്ടാക്കുന്ന? ഇന്ന് പരിപാടി ഇതായിരുന്നോ? വീട്ടിലുണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ കൊണ്ടുവന്നോ? എന്നിട്ട് നിനക്ക് തന്നോ? ആ പിന്നൊന്നുമില്ല. ടിഫിൻ ബോക്സ് ഒക്കെ എടുത്ത് മാറ്റി. ചിക്കൻ ഉണ്ടാക്കിയോ? അത് നിനക്ക് എന്താ ചിക്കൻ്റെ വല്ല മണം വരുന്നോ? ഇവിടെ ഒന്നും ചിക്കൻ ഉണ്ടാക്കിയില്ല. ചില്ലി സോസിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നോ? അത് കൊള്ളാമല്ലേ. ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പുറത്തുനിന്ന് അപ്പുറത്താരുടെ വീട്ടിൽ നിന്നാണ് വരുന്നതായിരിക്കും. എനിക്ക് വരുന്നില്ല. ടിഫിൻ കഴിച്ചോ? നല്ലയായിരുന്നോ? ആരെങ്കിലും കഴിച്ചോ കൂടെ ഉള്ളവർ? ആര്? സാരമില്ല. ആരാ? ബാക്കി എന്തെങ്കിലും നീ ക്ലാസ് ചെയ്ത് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് എഴുതിയായിരുന്നോ നിന്റെ ഇൻകംപ്ലീറ്റ്? അന്നേരം അത് കഴിഞ്ഞ് ഞാൻ തോരനൊക്കെ വെക്കണം. അവൻ വന്ന് കയറിയപ്പോഴേ ചോദിക്കുക എന്തെങ്കിലും ചിക്കനും കൊണ്ടുണ്ടാക്കിയ. ഞാൻ പറഞ്ഞില്ലേ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന അതേ മണമാണ്. ഞാൻ പറഞ്ഞ തന്തൂരിയുടെ ഒക്കെ ഒരു മണമാണ്. ഇഞ്ചി പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ സോസുകളെല്ലാം കൂടെ ചേർത്തോണ്ടേ
കണ്ടിരി അവനറിയത്തേയില്ല, സർപ്രൈസായിട്ട് ഞാൻ വെച്ചിരുന്നയാ. അതാ നമ്മളിവിടെ മുറി തന്നെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മണം വരത്തില്ല. വെളിയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ അത് പെട്ടെന്ന് പിടിച്ചെടുത്ത്. എന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ടൊന്നും വന്നിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയില്ലെന്നാണ് പറഞ്ഞേ. എന്നിട്ട് അപ്പച്ചനോട് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാനിവിടെ ഇരിക്കുമായിരുന്നെന്ന്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കണ്ടേ, ഇത് ഞാനിങ്ങനെ പാത്രത്തിൽ എടുക്കുന്ന കണ്ടോണ്ടേ ആൾ പറഞ്ഞില്ലേ ഞാൻ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. കൊള്ളാം ഈ പിള്ളേരുടെ കാര്യം. അങ്ങനെ ഇന്ന് ഇവരെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു, പ്രൈസനും പോളും എല്ലാം. എന്നാൽ ഞാനൊരു പ്ലേറ്റിലോട്ട് എടുത്ത് ഒന്ന് ഡെക്കറേറ്റ്, ഞാൻ പറഞ്ഞില്ല ക്യാപ്സിക്കം അല്ലെങ്കിൽ മല്ലിയിലയോ സ്പ്രിംഗ് ഓണിയനോ അങ്ങനെ ഉണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ ഇടുമ്പോൾ കാണാൻ രസം. എനിക്കിതൊന്ന് ഫോട്ടോ എടുക്കേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ചെയ്തതാണ്. അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്. ആരെയും വിരുന്നുകാരൊക്കെ വരുന്ന ഉടനെ നമുക്കും ഒന്ന് സ്റ്റാർ ആവാം. നമ്മളിപ്പോൾ ഇത്രയും സാധനം, ഈ 1/2 കിലോയുടെ സാധനം നമുക്ക് എത്ര രൂപ ചിലവായി കാണും? ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി ഇത്രയും പോലും കിട്ടത്തില്ല നമുക്ക് ഒരു പ്ലേറ്റ്. അതിനൊക്കെ എത്ര രൂപയായിരിക്കും? അപ്പോൾ നിങ്ങൾ എന്തിക്കും പോയി തിന്നണ്ട, തിന്നുമ്പോഴല്ലേ വില കൊടുക്കണ്ടേ? അങ്ങനല്ല പറഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.